നമസ്കാരം. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് എന്തിനാണ്? മാനവ വംശത്തിനെതിരായ കുറ്റകൃത്യങ്ങൾക്ക് എന്നാണ് ഒറ്റ വരിയിലുള്ള വിശേഷണം. 2009 രാജ്യത്ത് ഷെയ്ഖ് ഹസീന തന്നെ സ്ഥാപിച്ച രാജ്യാന്തര കുറ്റകൃത്യ ട്രൈബ്യൂണലാണ് വിധിച്ചത്. പ്രതിഷേധക്കാർക്കെതിരെ മാരകായുധങ്ങൾ പ്രയോഗിക്കാൻ ഷെയ്ഖ് ഹസീന നേരിട്ട് നിർദ്ദേശം നൽകി എന്നാണ് 453 പേജുള്ള വിധിയിൽ പറയുന്നത്. 15 വർഷം നീണ്ട ഭരണം പൊടുന്നനെ അവസാനിപ്പിച്ച് ഷെയ്ഖ് ഹസീന പലായനം ചെയ്തു. ഇന്ത്യ അഭയം നൽകി. ഇന്ത്യയിലുള്ള ഹസീനയ്ക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് ട്രൈബ്യൂണൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 1 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഹസീനയെ എതിർക്കുന്നവരുടെ വാദങ്ങൾ മാത്രമാണ് ആ കോടതി മുറിയിൽ ഉയർന്നത്. വധശിക്ഷ വിധിക്കുമ്പോൾ സദ്ദാം ഹുസൈന് പോലും സംസാരിക്കാനുള്ള സാവകാശം ഉണ്ടായിരുന്നു. ഈ വിധി തീർത്തും ജനാധിപത്യ വിരുദ്ധമാകുന്നത് പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് കേൾക്കുന്നില്ല എന്നതിനാലാണ്. ഇത്തരമൊരു വിധിക്ക് മുമ്പ് അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവായിരുന്നു ഉണ്ടാകേണ്ടത്. പിടിച്ചുകൊണ്ടുവന്ന് നേരിട്ട് വിചാരണ നടത്താതെ വിധിക്കാൻ കഴിയുന്നതല്ല വധശിക്ഷയൊക്കെ. ഭീകര സംഘടനകളൊക്കെ ചെയ്യുന്നത് പോലെ ഒരു രാഷ്ട്രം തന്നെ വധത്തിന് തീരുമാനം എടുക്കുകയാണ്. കണ്ടാൽ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കുന്നതിന് തുല്യമാണ് ഈ ശിക്ഷ. നവജനാധിപത്യ ക്രമത്തിൽ ആലോചിക്കാൻ പോലും കഴിയുന്നതല്ല ഇത്തരം തിട്ടൂരങ്ങൾ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഷെയ്ഖ് ഹസീനയെ കൊല്ലാൻ ഇന്ത്യ വിട്ടുകൊടുക്കണം. കഴിഞ്ഞ വർഷത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ 1400 പേരാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത്. ആയിരങ്ങൾക്കാണ് പരിക്കേറ്റത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ കൊലപാതകത്തിന് അന്നത്തെ സർക്കാരിന് പങ്കുണ്ട്. സർക്കാരിലെ ഉന്നതർ, അന്നത്തെ ഭരണകക്ഷിയിലെ തീവ്ര നിലപാടുകാർ, ഇന്റലിജൻസ് സംവിധാനങ്ങൾ എന്നിവ സംയുക്തമായി നടപ്പാക്കിയതാണ് കൂട്ടക്കൊല എന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പറയുന്നത്. ഷെയ്ഖ് ഹസീനയുടെ അസാന്നിധ്യത്തിൽ വിചാരണയ്ക്ക് ഉത്തരവിട്ടത് സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസ് ആണ്. 5 കുറ്റങ്ങളാണ് ഹസീനയ്ക്കെതിരെ ചുമത്തിയത്. പ്രകോപനപരമായി പ്രസംഗിച്ചു, പ്രതിഷേധക്കാരെ അമർച്ച ചെയ്യാൻ മാരകായുധങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു, അബു സയ്യിദ് എന്ന വിദ്യാർത്ഥി നേതാവിനെ വെടിവെച്ചു കൊന്നു, ധാക്കയിൽ 6 പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊന്നു, അശൂലിയയിൽ 6 പേരെ തീവച്ചു കൊന്നു എന്നീ കുറ്റങ്ങളിലാണ് ഹസീനയെ വിചാരണ ചെയ്തത്. ഈ 5 കുറ്റങ്ങളും തെളിഞ്ഞു എന്നാണ് വിധിയിൽ പറയുന്നത്. ധാക്കയിൽ 6 പേരെ വെടിവെച്ചു കൊന്ന കേസിലാണ് വധശിക്ഷ വിധിച്ചത്. ഇന്ത്യയിൽ ഇരുന്ന് നൽകിയ വിവിധ അഭിമുഖങ്ങളിൽ ഈ കുറ്റങ്ങളെല്ലാം ഷെയ്ഖ് ഹസീന നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ഭരണം നടത്തുന്നവർ തന്നെയാണ് പ്രക്ഷോഭങ്ങൾ ആസൂത്രണം ചെയ്തതെന്നും കൊലപാതകങ്ങൾക്ക് കാരണവും എന്നായിരുന്നു ഹസീനയുടെ നിലപാട്. പ്രക്ഷോഭം തുടങ്ങുമ്പോൾ സർക്കാർ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. ഏത് മാർഗത്തിലും സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്താൻ അനുവാദം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തീവ്ര നിലപാടുകാർ സമരം ഏറ്റെടുത്തതോടെ പ്രക്ഷോഭത്തിന്റെ രീതി മാറി. വിദേശത്ത് നിന്നുള്ള സഹായത്തോടെ ആയിരുന്നു ആ പ്രക്ഷോഭങ്ങൾ. വിദേശത്ത് നിന്ന് കടത്തിയ ആയുധങ്ങൾ പ്രക്ഷോഭകാരികൾ ഉപയോഗിച്ചു. മുഹമ്മദ് യൂനസും ഒപ്പമുള്ളവരുമാണ് പ്രക്ഷോഭം നടത്തിയത് എന്ന കാര്യത്തിൽ തനിക്ക് ഒരു സംശയവും ഇല്ലെന്നും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ വിവിധ മാധ്യമങ്ങളോട് പറഞ്ഞു. 2008 തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന നൽകിയ വാഗ്ദാനമായിരുന്നു യുദ്ധ കുറ്റവാളികളെ വിചാരണ ചെയ്യാൻ അന്താരാഷ്ട്ര കോടതി സ്ഥാപിക്കും എന്നത്. 1971 യുദ്ധത്തിൽ പാകിസ്ഥാനൊപ്പം നിന്നവരെ വിചാരണ ചെയ്യാനാണ് ഇത്തരമൊരു കോടതി സ്ഥാപിച്ചത്. ഈ കോടതി നിരവധി പേർക്ക് അവരുടെ അസാന്നിധ്യത്തിൽ വധശിക്ഷ വിധിച്ചു. ചിലരെ പിടികൂടി കൊണ്ടുവന്ന് ശിക്ഷിച്ചു. നിരവധി പേർക്ക് വധശിക്ഷയും ജീവപര്യന്തവും നൽകി. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടവരായിരുന്നു ഇങ്ങനെ ശിക്ഷ ലഭിച്ചവരിൽ ഏറെയും. ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ പാർട്ടിയാണ് ഹസീന സ്ഥാപിച്ച അതേ കോടതിയെ ഉപയോഗിച്ച് അതേ മാർഗങ്ങളിൽ ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ കഴിഞ്ഞ വർഷം നടന്ന പ്രക്ഷോഭത്തെ നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. അവർ തന്നെയാണ് ഇപ്പോഴത്തെ ഭരണവും കോടതികളും നിയന്ത്രിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അന്നും പിന്നീട് പാകിസ്ഥാനൊപ്പവുമാണ് നിന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബംഗ്ലാദേശിനു വേണ്ടി ഇന്ത്യ നിലയുറപ്പിച്ചപ്പോൾ പാകിസ്ഥാനു വേണ്ടി വാദിച്ചത് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൂടി പുലർത്തിയിരുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ നേരിടാൻ ഷെയ്ഖ് ഹസീന ഉപയോഗിച്ച മാർഗമായിരുന്നു അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ. ഷെയ്ഖ് ഹസീന അവലംബിച്ചിരുന്ന അതേ മാർഗത്തിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിനെ ഒരു രാഷ്ട്രീയ മറുപടിയായിട്ട് കാണാൻ കഴിയുമോ എന്നാണ് ചോദ്യം. ഇപ്പോഴത്തെ ബംഗ്ലാദേശ് ഭരണകൂടത്തിന്റെ കണ്ണിൽ ഷെയ്ഖ് ഹസീനയും ഇന്ത്യയും ശത്രുക്കളാണ്. അതുകൊണ്ടാണ് ഹസീനയെ വിട്ടു നൽകാൻ ഇന്ത്യയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെടുന്നത്. അത് അനുസരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ടോ?
ഷെയ്ഖ് ഹസീന പറഞ്ഞത് മുഴുവൻ അപ്പാടെ അനുസരിക്കുന്നു എന്ന ആരോപണമാണ് ട്രൈബ്യൂണൽ നേരത്തെ നേരിട്ടിരുന്നത്. എന്നാൽ ഹസീന രാജ്യം വിട്ട് 10 ദിവസം കഴിഞ്ഞതോടെ സ്ഥിതി ആകെ മാറി. 10ാം ദിവസം തന്നെ ഹസീനയ്ക്കെതിരെ ട്രൈബ്യൂണൽ അന്വേഷണം ആരംഭിച്ചു. ഹസീനയും ഒപ്പമുണ്ടായിരുന്നവരും ചെയ്ത ക്രിമിനൽ കുറ്റങ്ങളെക്കുറിച്ചാണ് അന്വേഷണം തുടങ്ങിയത്. രാജ്യത്ത് ഇക്കാലത്ത് നടന്ന കൊലപാതകങ്ങളിൽ ഉൾപ്പെടെ ഹസീനയ്ക്കെതിരെ മൊഴികൾ വന്നു. ട്രൈബ്യൂണലിൽ അതിവേഗം 135 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു. 8747 പേജുകളിൽ തെളിവുകളും മൊഴികളും ഹാജരാക്കപ്പെട്ടു. ഹസീന കുറ്റക്കാരിയാണെന്ന് ഏകപക്ഷീയമായി തന്നെ ട്രൈബ്യൂണൽ കണ്ടെത്തി. ഇന്ത്യയോട് അവരെ വിട്ടു നൽകാൻ ആവശ്യപ്പെടാനും തീരുമാനിച്ചു. ബംഗ്ലാദേശിന്റെ ആവശ്യത്തിന് ശ്രദ്ധയിൽപ്പെട്ടു എന്ന മറുപടി മാത്രമാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ ഒളിയിടത്തിൽ താമസിക്കുന്ന ഹസീനയെ ഇന്ത്യ ഉടനൊന്നും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ആയുധമെടുക്കാനും സാധ്യതയില്ല. ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്ത് ജയിച്ച് ഹസീനയെ രാജ്യത്തെത്തിക്കാം എന്ന് ബംഗ്ലാദേശ് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിചാരിക്കുന്നിടത്തോളം കാലം ഷെയ്ഖ് ഹസീനയ്ക്ക് സുരക്ഷിതമായി ഇവിടെ തുടരാം. ഷെയ്ഖ് ഹസീന എക്കാലവും ഇന്ത്യയുടെ നല്ല സുഹൃത്തായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് ഇന്ത്യയുമായി സൈനിക സഹകരണം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ഖാലിദാസിയെ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയുമായി അത്ര രസത്തിലായിരുന്നില്ല. പാകിസ്ഥാനായിരുന്നു അന്ന് അവരുടെ സൗഹൃദ രാഷ്ട്രം. ഇന്ത്യയുടെ ശത്രുക്കളായിരുന്നു അന്നത്തെ ബംഗ്ലാദേശിന്റെ സുഹൃത്തുക്കൾ. എന്നാൽ ഷെയ്ഖ് ഹസീന ഇന്ത്യക്കെതിരെ നീങ്ങിയിരുന്ന ഭീകര സംഘടനകളെ വരെ നേരിട്ട ചരിത്രമുള്ള നേതാവാണ്. ഇന്ത്യയുടെ ആവശ്യം അംഗീകരിച്ചായിരുന്നു അന്നത്തെ ബംഗ്ലാദേശ് അത്തരം നീക്കങ്ങൾക്ക് ഇറങ്ങിയിരുന്നത്. അതിനുള്ള നന്ദി കൂടിയാണ് ഇപ്പോൾ ഇന്ത്യ കാണിക്കുന്നത്. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട ശേഷം ബംഗ്ലാദേശ് ഒരു തെരഞ്ഞെടുപ്പ് പോലും നടത്തിയിട്ടില്ല. മുഹമ്മദ് യൂനസിന്റെ കാവൽ സർക്കാരാണ് ഇപ്പോഴും ബംഗ്ലാദേശ് ഭരിക്കുന്നത്. അത്തരമൊരു സർക്കാരിന്റെ ആവശ്യത്തെ ഇന്ത്യക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല. തന്നെയുമല്ല, ഉഭയകക്ഷി കരാർ അനുസരിച്ച് ന്യായമെന്ന് തോന്നുന്ന കേസുകളിൽ മാത്രം പ്രതികളെ കൈമാറണം എന്നാണ് പറയുന്നത്. ജനാധിപത്യ രീതിയിലാണ് ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ കുറ്റം കണ്ടെത്തിയത് എന്ന് തെളിഞ്ഞാൽ മാത്രമേ കൈമാറേണ്ട കാര്യമുള്ളൂ. അത് ഇന്ത്യക്ക് ബോധ്യപ്പെടുകയും വേണം. ഇത്തരം സാഹചര്യങ്ങളിൽ കുറ്റവാളികളെ കൈമാറാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യക്കുണ്ട്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ബംഗബന്ധു മാത്രമായിരുന്നില്ല, ഇന്ത്യ സുഹൃത്തു കൂടിയായിരുന്നു. ആ മുജീബുർ റഹ്മാനോട് ഇന്ത്യക്ക് അതിരില്ലാത്ത വാത്സല്യവും ഉണ്ടായിരുന്നു. മുജീബുർ റഹ്മാനെയും അന്ന് ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന മുഴുവൻ കുടുംബാംഗങ്ങളെയും കൊന്നൊടുക്കിയ ആ ചരിത്രം ഹസീനയ്ക്ക് മുന്നിലുണ്ട്. അന്ന് വിദേശത്തായിരുന്നത് കൊണ്ട് മാത്രമാണ് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. മുജീബുർ റഹ്മാന്റെ ആ മകളെ പരിപാലിച്ചു വളർത്തിയതും ഇന്ത്യയാണ്. ഇന്ത്യക്ക് അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ കഴിയില്ല ഷെയ്ഖ് ഹസീനയെ. എന്തുകൊണ്ടെന്നാൽ അവർ ചരിത്രപരമായി തന്നെ ഇന്ത്യ ബന്ധുവാണ്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.